എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോണത് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന അച്ചാർ ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഒത്തിരി പേർക്ക് നന്നായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലേ, പക്ഷേ എന്തുകൊണ്ട് അതൊരു ബിസിനസ് ആക്കിക്കൂടാ? അങ്ങനെ ബിസിനസ് ആക്കുന്ന നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട്. പക്ഷേ ഒത്തിരി ആളുകൾക്ക് കൈപ്പുണ്യമുണ്ട്, ആക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷേ അവർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്? അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു അച്ചാർ ബിസിനസ്സിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുൾ ട്രെയിനിങ് ആണ് കേട്ടോ. അതായത് മേക്കിംഗ് കാര്യങ്ങളൊക്കെ തൊട്ടിട്ട് തന്നെ, അതായത് എന്തൊക്കെ കാര്യങ്ങൾ പ്രിസർവേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ സൂൺ കൊണ്ടുവരും. അപ്പോൾ ട്രെയിനിങ്ങിന് ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കാം. അപ്പോൾ അച്ചാറൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ചെറിയ പൈസക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണല്ലേ. ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആക്കിയിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ ട്രെയിനിങ് എത്ര പേർക്ക് വേണ്ടി വരും, എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ മറുപടി ആയിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങിക്കോളൂ. കാരണം നല്ല രീതിയിൽ നമ്മൾക്ക് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്കൊരു 9 to 5 ജോബ് അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു എൻ്റർപ്രനർ ആവാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.